നമസ്കാരം സുഹൃത്തുക്കളെ. ബിജെപിക്കാരൻ ഏതെങ്കിലും ഒരു പെന്തക്കോസ് ആരാധന അടച്ചുപൂട്ടാമെന്ന് വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ അത് മലർപ്പൊടിക്കാരുടെ ദിവാസ്വപ്നമാണ്. നിരപരാധികളായ പാവപ്പെട്ട കേരളത്തിലെ ദൈവമക്കൾ ആരാധിക്കുന്ന ആരാധനാലയത്തിന്റെ മുമ്പിൽ വന്നു നിന്ന് പട്ടി ഷോ കാണിക്കാൻ നിന്നാൽ അതിന് മറുപടി പറയാൻ കേരളത്തിലെ ആർജവമുള്ള പെന്തക്കോസിന്റെ പുതിയ തലമുറയുണ്ടെന്നുള്ള കാര്യം ഇവിടെ എല്ലാം. അതുകൊണ്ട് പോലീസ് ചെയ്യേണ്ടത് പോലീസ് ചെയ്യട്ടെ, കോടതി ചെയ്യേണ്ടത് കോടതി ചെയ്യട്ടെ. ആരാധന നടത്തിക്കത്തില്ലെന്ന് വെല്ലുവിളിച്ചു. ഓക്കെ, നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ നിങ്ങൾ തടയും, ഞങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ ഞങ്ങൾ നടത്തും. അതങ്ങനെയാ പണ്ട് മുതൽ. അടിക്കാൻ വരുന്നവരും വെട്ടാൻ വരുന്നവരൊക്കെ ഒരു കാര്യം ഓർത്തോണം. ഞങ്ങളുടെ കൂടെ നല്ല ചെറുപ്പക്കാരുണ്ട്, ഈ പണിയൊക്കെ നല്ലപോലെ വൃത്തിക്ക് ചെയ്ത് പൈസ മേടിച്ചുകൊണ്ടിരുന്നവരാ. ഞങ്ങളിപ്പോൾ പരിപാടിയൊക്കെ നിർത്തി വച്ചിരിക്കുക. വാളെടുക്കാനും വീശാനും വെട്ടാനും അങ്ങത്തടലേയും പുറംതടലേയും വാരിത്തടലേയും കോരിത്തടലേയും കുൻഫും കത്താസും കരാട്ടയും മൈഗിരിയൊക്കെ അറിയാവുന്ന പിള്ളേർ ഞങ്ങളോടുണ്ട്. ഞാൻ നമ്മുടെ സർക്കിൾ ഇൻസ്പെക്ടറോട് പറഞ്ഞു, അരുൺ സാറിനോട് പറഞ്ഞു, അദ്ദേഹമാണ് പത്തനംതിട്ടയിലെ SHO. ഞാൻ രാവിലെ CMന്റെ ഓഫീസിൽ നിന്ന് കോണ്ടാക്ട് ചെയ്തപ്പോൾ അദ്ദേഹത്തെയാണ് കിട്ടിയത്. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, സാറേ രാവിലെ ഞങ്ങളെ തല്ലിയവരെ ഉച്ച കഴിഞ്ഞ് അടിക്കാൻ ഞങ്ങൾക്ക് അറിയാം, പക്ഷെ ഞങ്ങളത് ചെയ്യത്തില്ല. യേശുവിന്റെ വഴിയെ കുഞ്ഞാടുകളെ നയിക്കേണ്ട ഇവാഞ്ചലിക്കൽ പാസ്റ്റർ ഭീഷണിയുടെ സ്വരത്തിൽ സംസാരിക്കുന്നതാണ് ഈ കേട്ടത്. ഒരു കർണത്തടിച്ചാൽ മറു കാരണം കൂടി കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ യേശുദേവന്റെ ആ വഴിയെ പോകണമെന്ന് പറയുന്നില്ല. പക്ഷേ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ ഒന്ന് ശ്രദ്ധിക്കുക. ബൈബിൾ എടുക്കുന്നതിന് മുമ്പ് തങ്ങൾ കൊട്ടേഷൻ ഗുണ്ടാ ടീമായിരുന്നു എന്നാണ് പറയുന്നത്. കൈവെട്ടും കാൽവെട്ടും ഒന്നും തങ്ങൾക്ക് പുത്തരി അല്ലായിരുന്നു. അങ്ങനെ ചെയ്ത് കളയും ഇങ്ങനെ ചെയ്ത് കളയും എന്നാണ് പറയുന്നത്. ആരോട്? അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. BJPക്കാരോടാണ് ഈ ഭീഷണി. എന്തിനു വേണ്ടിയിട്ടാണ്? എന്താണ് ഇങ്ങനെ പറയാനുള്ള കാരണം നമുക്കറിയട്ടെ. അത് പത്തനംതിട്ടയിലെ ഒമല്ലൂർ എന്ന ആ പഞ്ചായത്തിൽ അവിടെ ഒരു വൃദ്ധസദനമുണ്ട്, ഇവന്മാരൊക്കെ കൂടി നടത്തുന്നതാണ്. അവിടെ ഒരു 17 വയസ്സുള്ള ഒരു വിദ്യാർത്ഥി അതിക്രൂരമായ രീതിയിൽ പീഡിപ്പിക്കപ്പെട്ടു. അവൻ്റെ ശരീരത്തൊക്കെ മുറിവുകളും മറ്റുമൊക്കെ ഉണ്ട്. ഇതിനകം തന്നെ അത് നിങ്ങൾ അറിഞ്ഞതാണല്ലോ. അപ്പോൾ ഇങ്ങനൊരു സംഭവം ആ വൃദ്ധസദനത്തിൽ നടക്കുന്നു. അതിനെതിരെ BJPക്കാർ പ്രതിഷേധ മാർച്ചും മറ്റും നടത്തി. ഇതാണ് കാരണം. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവൻ തന്നെ പറയുന്നത് 40 ലക്ഷത്തോളം പെന്തക്കോസ് മറ്റു ടീമുകളൊക്കെ ഉണ്ടെന്ന് പറയുന്നു. പക്ഷേ ഈ 40 ലക്ഷത്തിൻ്റെ വോട്ട് ബാങ്കൊന്നും BJP നോക്കിയിട്ടില്ല. അവിടെ സംഭവത്തിൻ്റെ മെറിറ്റ് മാത്രമേ നോക്കിയിട്ടുള്ളൂ. ഒരു പയ്യന് പീഡനമേറ്റു, അവൻ്റെ പക്ഷത്താണ് ന്യായം. അവന് വേണ്ടിയിട്ടാണ് അവർ അങ്ങോട്ടേക്ക് പ്രതിഷേധമായിട്ട് പോയത്. എന്നാൽ മുനമ്പത്ത് നോക്കുക, അവിടെ വകം വിഷയം വന്നു കഴിഞ്ഞപ്പോൾ മുനമ്പത്തെ ക്രിസ്ത്യാനികളുടെ ഒപ്പമായിരുന്നു BJP. ഈ രണ്ടിടത്തും വോട്ടല്ല നോക്കിയത്, ആ സംഭവത്തിൻ്റെ മെറിറ്റാണ് നോക്കിയത്. എന്നാൽ BJPക്കെതിരെ ഇവിടുത്തെ ചില മാധ്യമങ്ങൾ വാർത്ത കൊടുത്തു, അതും കൈരളി പോലുള്ളവർ. പക്ഷേ ഏറ്റവും അത്ഭുതകരമായിട്ടുള്ള കാര്യം, കൈരളി കൊടുത്തത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ BJP നടത്തിയ പ്രതിഷേധത്തിനെതിരെ അവർ വാർത്ത കൊടുത്തു. BJPയാണ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയത് എന്ന സ്ഥലത്തിൽ. പക്ഷേ അതിന് താഴെ വന്ന കമൻറ്റുകൾ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. ബഹുഭൂരിപക്ഷവും ക്രിസ്ത്യൻ നാമധാരികളായിരുന്നു. അവിടെ കൈരളിക്കെതിരെയാണ് അവർ കമൻ്റ് ഇട്ടത്. BJPയാണ് ശരി, ആ പാസ്റ്റർമാരും ടീമും ആ സ്ഥാപനമാണ് തെറ്റ് ചെയ്തത്, അവിടെ നീതി വേണ്ടത് ആ വിദ്യാർത്ഥിക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് കമൻ്റ് ഇടുന്ന ഒരു കാഴ്ച കണ്ടു. അപ്പോൾ ആളുകൾ കണ്ണ് തുറന്ന് ശരിയായ രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് വേണം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. പഴയ പോലെ കുത്തിത്തിരിപ്പൊന്നുമില്ല. അവിടെയും വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കാനാണ് DYFIയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ശ്രമിച്ചത്. എന്നാൽ BJP അങ്ങനെയല്ല ശ്രമിച്ചത്. ഇനി ഇതൊന്നും അല്ലാത്ത കുറച്ച് ഗൗരവമായിട്ടുള്ള കാര്യം പറയാം. ഇവന്മാർ ഈ കിടന്നിട്ട് മത്സരം പിടിക്കുന്ന എല്ലാം ഒരൊറ്റ കാര്യം കൊണ്ടാണ്. എന്താണ്? വിദേശത്തു നിന്ന് വരുന്ന FCRA ഫണ്ട്. ആ ഫണ്ടിലാണ് ഈ കളി മുഴുവൻ ഇവരും നൈറ്റിക്കാരും എല്ലാം കളിക്കുന്നത്. ഇന്ന് FCRA ഭേദഗതി നിയമം കർശനമായി നടപ്പാക്കി തുടങ്ങിയിരിക്കുന്നു. അമിത്ഷാ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു. അതായത് വിദേശത്തു നിന്ന് വരുന്ന ഫണ്ട് ഉപയോഗിച്ച് മതപരിവർത്തനം നടത്തിയാൽ ആടപടലം പൂട്ടും, ഒരു സംശയവും വേണ്ട. ഇവർക്ക് ഈ ഫണ്ട് വരുന്നതുകൊണ്ടാണ് ഈ തോന്നിവാസവും ഈ അഹങ്കാര വർത്തമാനമൊക്കെ വിളിച്ചു പറയാൻ ഇവർക്ക് പറ്റുന്നത്. അതില്ലെങ്കിൽ ഇവിടെ നിന്ന് ഇവർക്ക് ഇത്തരം പരിപാടികൾ ചെയ്യാൻ സാധാരണ ഒരുമാതിരിപ്പെട്ട ക്രിസ്ത്യാനികൾ ആരും പിരിവ് കൊടുക്കത്തില്ല, 10 പൈസ പോലും കൊടുക്കില്ല. ഈ വിദേശ ഫണ്ടില്ലെങ്കിൽ ഇവർക്ക് ഇവിടെ പ്രവർത്തിക്കാൻ ആളും കിട്ടത്തില്ല. ഈ പറയുന്ന യാതൊരു അഭ്യാസവും നടക്കില്ല. എന്തായാലും താൻ മുമ്പ് ഗുണ്ടയായിരുന്നു, കൊട്ടേഷൻ ആയിരുന്നു എന്ന് തുറന്നു പറഞ്ഞത് നന്നായി. ഈ ടീമുകൾ ആരൊക്കെയാണ് എന്ന് പൊതുസമൂഹത്തിന് ഒരു ബോധം ഉണ്ടാവുമല്ലോ. ഇനി ബാക്കി കൂടി പറയാം. ആരോടാണ് നിങ്ങൾ ഈ ഭീഷണി മുഴക്കുന്നത്? ഉത്തരേന്ത്യയിൽ നിങ്ങൾ ഓടി മേടിക്കാറുണ്ട്. എന്താ കാരണം? ഇത് തന്നെ കയ്യിരിപ്പ് തന്നെ. അവിടങ്ങളിൽ നിങ്ങൾ വീടുകൾ കയറി ഇറങ്ങി നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം ശരിയല്ലെന്നും അത് ചെകുത്താനാണെന്നും സാത്താനാണെന്നും ഞങ്ങളുടെ ദൈവമാണ് ശരിയെന്നൊക്കെ പറയുന്നുണ്ട്. അവിടെ ആണുങ്ങളില്ലാത്ത വീട്ടിലാണ് കയറുന്നതെങ്കിൽ അവിടെ അവർ വെച്ച് ആരാധിക്കുന്ന ദേവീദേവന്മാരുടെ ചിത്രമോ അല്ലെങ്കിൽ ആ പ്രതിമ വരെ എടുത്ത് ദൂരെ കളഞ്ഞിട്ട് നിങ്ങൾ യേശു അല്ലെങ്കിൽ ബൈബിളും ഒക്കെ വെക്കാൻ ശ്രമിക്കാറുണ്ട്. അതിവിടെയും ചെയ്യാറുണ്ട്. പക്ഷേ ഇവിടെ നിങ്ങളെ ആരും കൈവച്ചിട്ടില്ല ഇതുവരെ. അത് മര്യാദയുടെ പുറത്താണ് ചെയ്യാത്തത്. ആളും തരവും നോക്കിയൊക്കെയാണ് നിങ്ങൾ പല വീടുകളിലും കയറി ഇത്തരം അഭ്യാസങ്ങൾ കാണിക്കുന്നത്. പക്ഷേ ഇതേ അഭ്യാസങ്ങൾ വടക്കേ ചെയ്യുമ്പോൾ അവിടുന്ന് നിങ്ങൾക്ക് തല്ല് കിട്ടാറുണ്ട്. പക്ഷേ അത്
ക്രിസ്ത്യൻ പീഡനം നടത്തുന്നത് എന്ന തരത്തിലാണ് നിങ്ങളവിടെ ഇവിടെ അത് അവതരിപ്പിക്കുന്നത്. പക്ഷേ അതൊക്കെ ആ നെഗറ്റീവുകളൊക്കെ പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ കയ്യിരിപ്പ് കൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് തല്ല് കിട്ടുന്നത് എന്ന് ഇപ്പോൾ ബഹുഭൂരിപക്ഷം ആളുകൾക്ക് അറിയാം. ഉത്തരേന്ത്യയിൽ കിട്ടിക്കൊണ്ടിരുന്നത് വലിയ താമസമില്ലാതെ നിങ്ങൾക്ക് കേരളത്തിൽ കിട്ടിത്തുടങ്ങും. കാരണം ഇതുവരെ തന്ന മര്യാദ ഇനി തരില്ല, കയ്യിലിരിപ്പ് ഇതാണെങ്കിൽ. ഇനി മറ്റൊരു കാര്യം കൂടെ ഈ സഭ മേലധ്യക്ഷന്മാരോട് എല്ലാവരോടും പറയാം. കോൺഗ്രസിനെ ഡീൽ ചെയ്തതുപോലെ BJPയെ ഡീൽ ചെയ്ത് വലിപ്പിക്കാം എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പാടെ തെറ്റി. അവരെ തുടക്കത്തിൽ എല്ലാ രീതിയിലും നോക്കും, സാവധാനം എല്ലാം നോക്കും. നിങ്ങൾ അരമനയിലേക്ക് കേക്കുമായിട്ട് വരും, നിങ്ങളുമായിട്ട് സൗഹൃദത്തിന് കൈനീട്ടും, നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് അവർ കൂടെ നിൽക്കും. പാലാ ബിഷപ്പിനെതിരെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അവർക്ക് സപ്പോർട്ടുമായിട്ട് ജിഹാദികൾക്ക് മുന്നിൽ അവർ നെഞ്ചും വരിച്ച് നിന്ന് നിങ്ങളെ സംരക്ഷിക്കും. മുനമ്പം വിഷയത്തിലും അവർ വരും, അതുപോലെ തന്നെ പള്ളുരുത്തിലെ സ്കൂളിലെ വിഷയത്തിലും എല്ലാം അവർ വരും. പക്ഷേ അത് വെച്ചുകൊണ്ട് നിങ്ങൾ അവരെ വെച്ച് കാര്യം കാണുകയും പുറകിൽ നിന്ന് അവർക്കിട്ട് കുത്തി അവരെ വലിപ്പിച്ചിട്ട് പോകാം എന്നാണ് വിചാരിക്കുന്നെങ്കിൽ അത് പാടെ തെറ്റി. അവർക്ക് കളി അറിയാം, അത് രാഷ്ട്രീയമായിട്ടും അല്ലാതെ. FCRA ഈ നിയമ ഭേദഗതി പോലും ഒരുപക്ഷെ അവർ നയിച്ചു തന്നേനെ. പക്ഷേ നിങ്ങളെ ശരിക്കും മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇന്നിപ്പോൾ ഇതാ വളരെ പെട്ടെന്ന് തന്നെ അതൊന്ന് മാറ്റിവെച്ച സംഭവമാണ്. അറിയാമല്ലോ, ഇലക്ഷന് സമയപ്പോഴേക്കും അത് അവതരിപ്പിക്കാൻ നോക്കി ഒന്ന് മാറ്റിവെച്ച സംഭവമാണ്. ഇന്നിപ്പോൾ അത് നടപ്പിലാക്കി കഴിഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിദേശത്തുനിന്ന് ഫണ്ട് വരുന്നില്ലെങ്കിൽ വട്ടപൂജ്യമാണ് ഇപ്പോൾ ഈ കടന്ന് ഈ ഭീഷണി മുഴക്കിയ ഈ പാസ്റ്റർ അടക്കമുള്ളവന്മാർ. ഒറ്റ എണ്ണത്തിന് ഇവിടെ കാശില്ലാതെ ഇവന്മാരൊന്നും ഈ അഭ്യാസമായിട്ട് നടത്തില്ല. ഇവിടെ ഇവന്മാർ പിരിവിന് പോയാൽ ഇവിടെ ഉള്ള ഒരു 10 പൈസ കൊടുക്കത്തില്ല. അപ്പോൾ പുറത്തുനിന്ന് വരുന്ന കാശിലാണ് ഈ അഭ്യാസം മുഴുവൻ. അവർ നിയമപരമായിട്ട് ആദ്യം പൂട്ടും, രണ്ടാമത് കായികപരമായിട്ടും. അവരോടൊന്നും മുട്ടാനുള്ള ഏരെയല്ല നിങ്ങൾ. ഇവിടെ ജിഹാദികൾ മുട്ടിട്ട് രക്ഷയില്ല. പിന്നെയാണ് ഈ പാൽപ്പൊടി ടീമായിട്ടുള്ള പാസ്റ്റർമാരും ഇവാഞ്ചലിക്കൽ ടീമും. മുമ്പ് ജിഹാദികൾ മുദ്രാവാക്യം വിളിച്ചു പോയ ഓർമ്മയുണ്ടല്ലോ, മര്യാദയ്ക്ക് മര്യാദയ്ക്ക് മര്യാദയ്ക്ക്. അതേ നിങ്ങളോട് വളരെ മര്യാദയ്ക്ക് പറയാനുള്ളൂ. ഈ അഭ്യാസമൊന്നും കാണിക്കാതെ മര്യാദയ്ക്ക് ജീവിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. തുടർച്ചയായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് BJP. ഇനിയും ഈ പോക്കാണെങ്കിൽ 10-25 വർഷം അവർ തന്നെ ഭരിക്കും. ഇവിടെ വളരെ രഹസ്യമായിട്ടൊക്കെ ആളുകളെയൊക്കെ മതം മാറ്റി നിങ്ങൾ കഞ്ഞു കുടിച്ച് അല്ലെങ്കിൽ ആർഭാടമായിട്ടൊക്കെ കഴിഞ്ഞു പോകുന്ന അഭ്യാസമൊക്കെ ഒതുക്കത്തിലൊക്കെ ചെയ്താൽ ഇനിയും കുറച്ച് കാലം കൂടെ കൊണ്ടുപോകാം. അല്ലെങ്കിൽ അവർ നിങ്ങളെ ഉറപ്പായിട്ടും പൂട്ടും. 101 തരം അത് പൂട്ടിയിരിക്കും. അതിനാൽ ഈ അഭ്യാസങ്ങളൊക്കെ ഒതുക്കി മര്യാദയ്ക്ക് പോകുന്നതായിരിക്കും നല്ലത്. അത്രയേ എനിക്ക് പറയാനുള്ളൂ കേട്ടോ.